ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് ഒരു ലോട്ടസ് ഫ്ലവർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഇതുപോലെ ലോട്ടസിൻ്റെ ഒരു ഷേപ്പ് വരഞ്ഞെടുക്കുക. അതിനുശേഷം ഇവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. ഇതുപോലെ കുത്തിയെടുക്കുക. അതിനുശേഷം താഴെ നിന്ന് കുത്തുക, ഇങ്ങനെ എടുക്കുക. വീണ്ടും ഇതുപോലെ കുത്തി കൊടുക്കുക. ശേഷം ഇതുപോലെ താഴെ നിന്ന് കുത്തിയെടുക്കുക. നമ്മുടെ സാധാരണ മെഷീൻ നൂലാണ് തുന്നാൻ എടുത്തിരിക്കുന്നത്. 2 ഇഴയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ സ്റ്റിച്ച് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ സ്റ്റിച്ച് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ്. ഇതുപോലെ മുകളിൽ നിന്ന് കുത്തിയെടുക്കുക, അടിയിൽ കുത്തി താഴ്ത്തുക, ഒരു 1/4 ഇഞ്ച് മുകളിൽ വീണ്ടും കുത്തിപ്പൊക്കുക, നൂല് വലത് സൈഡിലിടുക. അതിനുശേഷം ഇതുപോലെ വലിച്ചെടുക്കുക. വീണ്ടും ഇതുപോലെ വലത് സൈഡിൽ കുത്തുക, മുകളിലേക്ക് പൊക്കുക. വീണ്ടും താഴെ കുത്തുക, കുറച്ച് മുകളിൽ പൊക്കിയെടുക്കുക, നൂല് വലത് സൈഡിലിടുക. വളരെ എളുപ്പം നമുക്ക് പിക്ചറുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. കാശ്മീരി സ്റ്റിച്ച് ഉപയോഗിച്ച് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചും ഉപയോഗിക്കാം. എനിക്ക് ഏറ്റവും എളുപ്പമായി തോന്നിയത് ഇതുപോലെ പെറ്റൽസ് എല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടി ഈ സ്റ്റിച്ചാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത്. നമ്മളിതിൻ്റെ സെൻട്രൽ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ സൈഡാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ കുത്തിയെടുക്കുക. ശേഷം താഴെ കുത്തുക, 1/4 ഇഞ്ച് മുകളിലേക്ക് പൊക്കിയെടുക്കുക. വീണ്ടും ഇതുപോലെ തന്നെ കുത്തിയെടുക്കുക. ഇതുപോലെ ഫുള്ള് ഫില്ല് ചെയ്യുക. നമ്മൾ 2 പെറ്റൽ പൂർത്തിയാക്കി. ഇനി നമ്മൾ അടുത്ത ഈ പെറ്റലാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ മുകളിൽ നിന്ന് കുത്തിയെടുക്കുക, താഴെ കുത്തി താഴ്ത്തുക, കുറച്ച് 1/4 ഇഞ്ച് മുകളിൽ കുത്തി പൊക്കിയെടുക്കുക. അതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ കുത്തി മുകളിലേക്ക് എടുക്കുക. ഇതുപോലെ നേരത്തെ തുന്നിയ പെറ്റൽ പോലെ ഇത് ഫുള്ള് ഫില്ല് ചെയ്യുക. മുകളിൽ നിന്ന് താഴേക്ക് എടുക്കുക. അതിനുശേഷം താഴെ കുത്തി ഇറക്കിയ ശേഷം കുറച്ച് മുകളിൽ കുത്തി പൊക്കിയെടുക്കുക. ഇത് ഈ പെറ്റലും അതുപോലെ തന്നെ ഫില്ല് ചെയ്യുക. 2 പെറ്റലും തുന്നി കഴിഞ്ഞു. ഇനി ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതും സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇതുപോലെ ചെയ്ത് പഠിക്കുക.
താങ്ക് യു.